Hi, it's me Mr. Creator and welcome to the world of customer psychology with Rabiu Parakal. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കറക്റ്റ് കവർ ചെയ്തു എന്താണ് കസ്റ്റമർ സൈക്കോളജി, എന്തിനാണ് കസ്റ്റമർ സൈക്കോളജി. അത് റിവ്യൂ നമ്മൾ കറക്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചൊരു കഥ രൂപത്തിൽ നമുക്ക് കറക്റ്റ് എന്താണെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ നേരെ ആ വീഡിയോയിൽ പോയി കാണണം. അത് കണ്ടിട്ട് മാത്രമേ ഈ വീഡിയോയിലേക്ക് വരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ മെയിൻ കവർ ചെയ്യുന്നത് വെച്ചാൽ എന്താണ് കസ്റ്റമർ സൈക്കോളജി, എന്തിനാണെന്ന് കാര്യം മനസ്സിലല്ലോ. പക്ഷെ അത് കണ്ടു വന്നവർക്ക് ഇത് എങ്ങനെ പഠിച്ചു തുടങ്ങണമെന്ന് ഒരു കറക്റ്റ് ഒരു ധാരണ ഉണ്ടാവില്ല. അപ്പോൾ എവിടുന്ന് ഈ സാധനം തുടങ്ങണം എന്നുള്ള കാര്യമാണ് ഇതിൽ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് റിവ്യൂയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ എവിടെ തുടങ്ങണം, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏത് കാര്യത്തിനെ പറ്റി മനസ്സിലാക്കുമ്പോഴും അതിൻ്റെ ഫണ്ടമെന്റൽസ് മനസ്സിലാക്കുക എന്ന് പറയുമല്ലോ, എവിടെ പഠിച്ച് തുടങ്ങണം എന്നുള്ളത്. ആ ബേസ് ഇല്ലാതെ നമ്മൾ അഡ്വാൻസ്ഡ് സാധനങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഫുൾഫിൽമെൻറ്റ് കിട്ടില്ല, നമ്മൾക്ക് ക്ലാരിറ്റി കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇതിൽ അങ്ങനെ തോന്നിയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ശരിക്കും ഫീച്ചർ വേഴ്സസ് ബെനിഫിറ്റ് എന്നുള്ളത്. ഒരു ബിസിനസ്സിൽ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ ഒരു കസ്റ്റമറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കാണുന്ന കാര്യങ്ങളാണ് നമ്മൾ ഫീച്ചേഴ്സ് എന്ന് പറയുക. പ്രൊഡക്റ്റിൽ ഒതുങ്ങിയിട്ടുള്ള ഒരു കാര്യം. പക്ഷേ ഈ പ്രൊഡക്റ്റ് എഫക്റ്റ് ചെയ്യുന്ന കസ്റ്റമറിൻ്റെ ഒരു ലൈഫ് ഉണ്ടാവല്ലോ, അവിടെ ഫോക്കസ് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റിനെ നോക്കി കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് ബെനിഫിറ്റ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് നമ്പർ 6 പോലെയാണ്. 6 എന്നുള്ളത് ഒരു ഭാഗത്ത് നോക്കുമ്പോൾ താഴത്ത് നോക്കുമ്പോൾ അത് 6ആണ്, മുകളിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് അത് 9ആണ്. എന്നാൽ രണ്ടും കറക്റ്റാണല്ലോ. പ്രൊഡക്റ്റ് അത് 9ആണ് 6ആണ് എന്ന് പറഞ്ഞ പോലെ അതിന് ഫീച്ചേഴ്സും ഉണ്ട് ബെനിഫിറ്റ്സും ഉണ്ട്. ഒറ്റ മാറ്റമേ ഉള്ളൂ, എവിടുന്ന് നോക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് ബിസിനസ്സിൻ്റെ ഭാഗത്ത് നോക്കുന്നു, ഒന്ന് കസ്റ്റമറിൻ്റെ ഭാഗത്ത് നോക്കുന്നു. ഈ ഒരു ആംഗിളിൽ നമ്മൾ കാണുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് തിങ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് എന്താ പറയുക, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താ ബെനിഫിറ്റ് എന്താ അങ്ങനെ പറഞ്ഞു പോകുക എന്നുള്ളതല്ലാതെ നമ്മൾ വിൽക്കാൻ പോകുന്ന കസ്റ്റമേഴ്സിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഇതിനെ നോക്കി കാണുക എന്ന് പറയുമ്പോൾ അവരെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ആവാഹിക്കണം എന്നൊക്കെ പറയാം പൊതുവിൽ. നമ്മൾ അവരായിട്ട് മാറിയിട്ട് എന്താ പറയുക, നമ്മളെ പ്രൊഡക്റ്റിനെ നോക്കിക്കാണുക, അവിടെ ഉണ്ടാവുന്ന എഫക്ട്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിക്കാണുക. ഞാനൊരു കഥ രൂപത്തിൽ പറയാം. കഴിഞ്ഞ എപ്പിസോഡ് നമ്മളൊരു സ്റ്റോറി രൂപത്തിലാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മളൊരു കഥ രൂപത്തിൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ റിയൽ ലൈഫിൽ നടന്നൊരു സംഭവമായി വന്നിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ആളുടെ വൈഫിന് ഒരു സമ്മാനിക്കാൻ വേണ്ടിയിട്ട്, ഒരു ഗിഫ്റ്റ് സമ്മാനിക്കാൻ വേണ്ടിയിട്ട്, അതായത് ആളുടെ വൈഫിൻ്റെ ഒരു വെഡിങ് ആനിവേഴ്സറി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനൊരു ഗിഫ്റ്റ് സമ്മാനിക്കണം എന്നാണ് ഉദ്ദേശം. അപ്പോൾ ഒരു ഡയമണ്ട് റിങ്ങിലേക്കാണ് ആൾ എത്തിയത്. അപ്പോൾ എന്നെ കൂട്ടി വാങ്ങാമെന്ന് പറഞ്ഞിട്ട്, സെലക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സർപ്രൈസ് ആയതുകൊണ്ട് എന്തായാലും വൈഫിനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടെ ഒരു കുഴപ്പമില്ലാത്തൊരു ജ്വല്ലറി പോയി. അത്യാവശ്യം റിനൗണ്ട് ആയിട്ടുള്ള ഒരു ജ്വല്ലറി പോയി. അപ്പോൾ അത്യാവശ്യം സെറ്റപ്പാണ്, ബ്രാൻഡഡ് ആണ്, ഒക്കെയാണ്. അപ്പോൾ നല്ലൊരു വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു സെയിൽസ് പേഴ്സണൊക്കെ വന്നു. ഒരുപാട് ഐറ്റംസുകൾ മുന്നിൽ നിരത്തി വെച്ചു. അപ്പോൾ ഓരോന്നും ഭയങ്കര ഫീച്ചേഴ്സ്, നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഫീച്ചേഴ്സുകൾ പറയാനുണ്ട്. റയർ ആയിട്ടുള്ള സ്റ്റോണാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്, ഇത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കല്ലുകളാണ് ഇതിൽ വരുന്നത്. അതേപോലെ തന്നെ ഇതിൽ ഇത്ര പെർസെൻറ്റേജ് സ്വർണ്ണമുണ്ട്, ഇത്ര പെർസെൻറ്റേജ് ഡയമണ്ട് ആണ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇവർക്ക് കുറേയൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറേ പ്രൊഡക്റ്റൊക്കെ അവൻ്റെ മൈൻഡിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒന്നും ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല, നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. കുറേ ആൾക്കാർക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് ഒരു വസ്വാസം മാറുമല്ല എന്ന് പറയും പൊതുവിൽ. അപ്പോൾ അത് കണ്ടിട്ട് ഏത് എടുക്കണം എന്നുള്ളത് ചൂസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവനോട് ചോദിച്ചു, നമുക്ക് വേറെ 1-2 കടയിൽ കൂടെ നോക്കിയാലോ എന്നിട്ട് സ്വാഭാവികമായിട്ട് ചോദിച്ചു. ആയിക്കോട്ടെ, കുഴപ്പമില്ല, എന്തായാലും അത്യാവശ്യം കോസ്റ്റ്ലി വരുന്നൊരു പർച്ചേസ് ആയതുകൊണ്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം, പ്രൈസും കമ്പയർ ചെയ്യാം. മെയിൻലി പ്രൈസ് ആയിരിക്കും അങ്ങനെ കമ്പയർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. പിന്നെ കളക്ഷനും. അപ്പോൾ ഇവിടെ കളക്ഷനിൽ പ്രശ്നമൊന്നുമില്ല, ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ചൂസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടിൽ വേറൊരു ഷോപ്പിൽ പോയി. അപ്പോൾ ആ ഷോപ്പ് ഇതിൻ്റെ നമ്മൾ ആദ്യം കയറിയ ആ ഒരു ജ്വല്ലറി ഷോപ്പിൻ്റെ അത്ര അടിപൊളിയല്ല, എന്നാലും കുഴപ്പമില്ലാത്ത തിരക്കില്ലാത്ത ഷോപ്പുണ്ട്, കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ബ്രാൻഡഡ് ഷോപ്പല്ല, അത്ര തന്നെ ബ്രാൻഡഡ് ഷോപ്പല്ല എന്ന് പറയാം. അപ്പോൾ അവിടെ സ്റ്റാഫും തന്നെ നല്ല വെൽ ഡ്രസ്സഡൊക്കെ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ മറ്റൊരിടത്ത് ഭയങ്കര പ്രീമിയം സെറ്റപ്പ് ആണെങ്കിൽ ഇവിടെ ഒരു നോർമൽ സെറ്റപ്പ് ഒക്കെ തന്നെയാണ്. പക്ഷേ ആള് കറക്റ്റ് ചോദിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആളെ കണ്ടപ്പോൾ തന്നെ ഒരു ഡയമണ്ട് റിംഗ് ഉണ്ടോ എന്ന് എൻ്റെ കൂട്ടുകാരൻ ചോദിച്ചപ്പോൾ ഓക്കെ വൈഫിന് വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതേ വൈഫിനാണ് പറഞ്ഞത്. ആ ഒരു ഫസ്റ്റ് പോയിന്റ് നോട്ട് ചെയ്ത് നോക്കണം, ആ കസ്റ്റമറിന് മനസ്സിലാക്കണം ശരിക്ക്. ഈ ഫീച്ചറിലല്ല അവിടെ നോക്കിയത്. അപ്പോൾ വൈഫിനാണോ ചോദിച്ചു, വൈഫിനാണ്. അപ്പോൾ ആനിവേഴ്സറി ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതെ ആനിവേഴ്സറി ആണ്. അപ്പോൾ കൂടുതൽ കേസും അങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു സിനാരിയോ അതിൻ്റെ പുറകിലുണ്ടാവാം. അല്ലെങ്കിൽ ആ ആളുടെ കഴിവാണ് നോക്കിയിട്ട് മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ ഇവൻ പറഞ്ഞു അടുത്ത ആഴ്ച ആനിവേഴ്സറി ആണ്, അപ്പോൾ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് നോക്കാം എന്നുള്ള റാങ്കിൽ ഇറങ്ങിയതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു മോഡൽ നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞിട്ട് ആളൊരു മോഡൽ കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു ഇത് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു മോഡലാണ്, അത് ഗേൾസിന് ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു മോഡലാണ്, ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവന് കാഴ്ചയിൽ ഇവനെ ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ ഈ ഗേൾസിന് ഇഷ്ടപ്പെട്ട മോഡലാണെന്ന് പറഞ്ഞപ്പോൾ ഓനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് 1-2 ഇൻപുട്സ് ഇതേപോലെ എന്തൊക്കെ പറഞ്ഞു ഞാൻ ഓർക്കുന്നില്ല, അതിൻ്റെ ഡിസൈനിനെ പറ്റി 1-2 കാര്യങ്ങളും പറഞ്ഞു. ഇവനത് ചൂസ് ചെയ്തു.
കുറേ ഐറ്റംസ് ഒന്നും കണ്ടിട്ടില്ല, ഒരൊറ്റ ഐറ്റം കണ്ടപ്പോൾ തന്നെ ആൾക്കത് ചൂസ് ചെയ്ത്. ഞാൻ അങ്ങനെ ആലോചിച്ചു, മറ്റോടത്ത് ഇതിനെക്കാട്ടിയും സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ ആൾ ചൂസ് ചെയ്തത് ഈ ഒരു ഷോപ്പിൽ നിന്നാണ്. ഇപ്പം കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ശരിക്ക് ആദ്യത്തെ ഷോപ്പുകാരൻ പ്രൊഡക്റ്റാണ് വിറ്റത്, രണ്ടാമത്തെ ഷോപ്പുകാരൻ ബെനിഫിറ്റാണ് വിറ്റത്. ഇവൻ്റെ ആവശ്യം ശരിക്കും ആ ഒരു ഡയമണ്ട് റിംഗ് അല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ആവശ്യം എന്താണ്, ഈ വൈഫിന് ഇത് കൊണ്ടേ കൊടുക്കുമ്പോൾ അവിടുന്ന് കിട്ടേണ്ട സർപ്രൈസാണ് അവൻ്റെ ആവശ്യം. അവൻ ശരിക്കും ബെനിഫിറ്റാണ് പർച്ചേസ് ചെയ്യുന്നത്. ഭാവിയിൽ കിട്ടാൻ പോകുന്ന, അല്ലെങ്കിൽ അന്ന് രാത്രി ഒരാഴ്ച കഴിഞ്ഞിട്ട് കിട്ടാൻ പോകുന്ന ആ സർപ്രൈസ് വാങ്ങാനാണ് ഈ കസ്റ്റമർ ഉള്ളത് എന്ന് മനസ്സിലാക്കിയ ആ സെയിൽസ്മാൻ എന്താണ്, അതാണ് സെല്ല് ചെയ്തത്. ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളൊരു കസ്റ്റമർ സൈക്കോളജിക്കൊക്കെ ഇറങ്ങണ മുന്നേ, അല്ലെങ്കിൽ അത് കൂടുതൽ മനസ്സിലാക്കണ മുന്നേ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ മാറ്റാണ്. നമ്മുടെ പ്രൊഡക്റ്റിന് ഒരു കോളം വരച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും, ഫീച്ചേഴ്സ് എഴുതാൻ പറ്റും, ബെനിഫിറ്റ്സ് എഴുതാൻ പറ്റും. ബെനിഫിറ്റ്സ് ജസ്റ്റ് മറ്റ് ബെനിഫിറ്റ്സ് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക്, അതാണ് വേറെ ലെയേഴ്സ് എന്ന് ആദ്യം തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. പല ലെയറുകൾ എന്തുണ്ട്, ബെനിഫിറ്റ് കാര്യങ്ങളുണ്ട്. നമ്മൾ ജസ്റ്റ് കേട്ട ഒരു ഫീച്ചർ ബെനിഫിറ്റിൻ്റെ അപ്പുറത്തേക്ക് കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇത് കസ്റ്റമറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഉണ്ടാക്കുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവും, ഒരു ലൈഫ് ഉണ്ടാവും. അതാണ് ഇതിൽ എനിക്കത് അപ്പോൾ ആ ഒരു ഭയങ്കരമായിട്ട് എനിക്ക് എപ്പോഴും ഉൾക്കൊണ്ട ഒരു സംഭവമായിരുന്നത്. എനിക്കൊരു മാച്ച് പറ്റും. അതായത് നീ പറഞ്ഞ പോലെ തന്നെ, അതായത് നമ്മുടെ ഒരു വാഴത്തെ കടയിൽ നല്ല ഭംഗിയിലായിട്ട് അവർ ഇന്ത്യയിൽ കാര്യങ്ങൾ ചെയ്ത് നല്ലൊരു അറ്റ്മോസ്ഫിയറുള്ള സ്ഥലത്ത് പോയിട്ട്, നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ ഒരു അറ്റ്മോസ്ഫിയറിൽ പോയത്, അതിനപ്പുറം അവിടുന്ന് കുറേ ഓപ്ഷൻ, വന്ന ഒരാൾക്ക് കുറേ ഓപ്ഷൻ കൊടുത്തിട്ട് അവരുടെ യൂസ് ചെയ്താന്ന് മനസ്സിലാവാത്ത തരത്തിലാണ് അത് പ്രസന്റ് ചെയ്തത്. അതുകൊണ്ടാണ് അവിടെ ഒരു ചൂസ് ഒരു എന്താ പറയുക, ഒരു ലോജിക്കലി അവർക്ക് കൺഫ്യൂഷൻ വന്നത്, ഇവിടുന്ന് വാങ്ങണോ വേണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ അവിടെ വരാനുള്ള ചാൻസ് അതുകൊണ്ടാണ്. രണ്ടാമത്തെ കേസിലാണെന്ന് വെച്ചാൽ കറക്റ്റ് അയാൾക്ക് പറയുന്നതിന് മുന്നേ തന്നെ അയാൾ റിങ് ചോദിച്ചപ്പോൾ തന്നെ കറക്റ്റ് എന്താണ് യൂസേജ്, ആർക്കാണ് എന്നുള്ള ഒരു ഫീല് അവർക്ക് തന്നെ മനസ്സിലാക്കി കൊടുത്ത ഓപ്ഷൻ കുറഞ്ഞു. അതായത് അതിന് പറ്റിയൊരു സാധനം ഇവിടെ നമ്മുടെ കയ്യിൽ ഉണ്ട്, ഇതിന്റെ പ്രത്യേക സാധനമാണെന്ന് കൊടുക്കുമ്പോൾ കുറച്ചും കൂടിയും ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കുറഞ്ഞു. അവിടെ അത് വർക്ക്ഔട്ട് ആയത് എനിക്കും ഫീൽ ആയിട്ടുണ്ട് ഒരു കഥ പറഞ്ഞു കേട്ടപ്പോ. അതെ, ഇപ്പൊ എല്ലാത്തിലും ഉണ്ട്. ഇപ്പൊ ഈ ഒരു കേസിൽ ഒന്നും വേണ്ട, നമ്മൾ തന്നെ ആഴ്ച നമ്മൾ ഇടുന്ന ഷർട്ട് ശരിക്കും അതിന്റെ ഒരു ഫങ്ഷണൽ കാര്യം എന്താ, ഇതിന്റെ ഫീച്ചേഴ്സ് കുറെ ഉണ്ടാവും. ഇനിയിപ്പോ ബെനിഫിറ്റ്സിൽ തന്നെ മൾട്ടിപ്പിൾ ലെയേഴ്സ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതായത് നമ്മൾ ഷർട്ട് വാങ്ങുന്നത് ശരീരം മറക്കാനാണോ, ജസ്റ്റ് ശരീരം മറക്കാനല്ലല്ലോ നമ്മൾ ഷർട്ട് വേണം. അങ്ങനെയാണെങ്കിൽ ഒരു പുതപ്പൊക്കെ ഇട്ടാൽ മതി. ശരിക്കും ഫങ്ഷണലി അതിന്റെ നോക്കുമ്പോൾ അത് ശരീരം മറക്കുന്നില്ല, അത് ബെനിഫിറ്റ് ആണ്. ഫീച്ചേഴ്സ്, ഇതിന്റെ നീളം, വീതി, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവും, ഇതിന്റെ മെറ്റീരിയൽ ഉണ്ടാവും, ഇതിന്റെ ഡ്യൂറബിലിറ്റി ഉണ്ടാവും, ഇതിന്റെ ബ്രാൻഡ്, അതൊക്കെ ഫീച്ചേഴ്സ് പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ട്. ശരീരം മറക്കാനല്ല നമ്മൾ ഷർട്ട് വാങ്ങുന്നത്. അവിടെ നമ്മളിപ്പോൾ ഓഫീസിൽ കിടുന്ന ഷർട്ട്സ് ആയിരിക്കില്ല, നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത്, നമ്മൾ റിയലി സ്ഥിരം പോകുന്ന ഓഫീസിൽ പോകുമ്പോഴുള്ള ഷർട്ടായിരിക്കില്ല, ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് അവിടെ കുറച്ചും കൂടെ സെയിം സ്പേസിൽ തന്നെ, ഓഫീസിൽ തന്നെയാണ് പോകുന്നത്. പക്ഷെ ആദ്യം പോയത് റെഗുലർ പ്ലേസിലേക്കാണ്, രണ്ടാമത് പോകുന്നത് നമ്മളെ എക്സ്പ്രസ് ചെയ്യാനാണല്ലോ. ഇപ്പോൾ ഇൻ്റർവ്യൂ ഷർട്ട് എന്നൊക്കെ പറയും, നമ്മൾ അങ്ങനെ പറയലുണ്ട്, ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഷർട്ട് എടുക്കാൻ പോവുക. ഫസ്റ്റൊക്കെ ഇൻ്റർവ്യൂസിന് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, കുറച്ച് നല്ല ഷർട്ടൊക്കെ വാങ്ങും, കാഷ്വൽ ഷർട്ടൊക്കെ ഒഴിവാക്കി കുറച്ച് ഫോർമൽ ഷർട്ടൊക്കെ വാങ്ങും. അപ്പോൾ ഇൻ്റർവ്യൂവിന് അവിടെ എന്താണ്, ശരീരം മറക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അവിടെ ഒരു പർപ്പസ് ഉണ്ട്. അതാണ് മറ്റു തരത്തിലുള്ള ബെനിഫിറ്റ് എന്നുള്ളത്. ഇതേ സംഭവം നമ്മളൊരു ഫംഗ്ഷന് പോവുകയാണ്, ഒരു കല്യാണത്തിന് പോവുകയാണെങ്കിൽ ആലോചിച്ച് നോക്കും, അവിടെ വേറൊരു ടൈപ്പ് ഓഫ് ബെനിഫിറ്റ് ഉണ്ടാവുക. അപ്പോൾ സെൽഫ് എക്സ്പ്രഷൻ എന്നുള്ളൊരു സംഭവം ഇമോഷണലി ബെനിഫിറ്റ്സുകൾ ഉണ്ട് എന്നുള്ളത് ആണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റിൽ ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത് ആദ്യം നമ്മൾ കാണുക എന്നുള്ളതാണ്. ഫീച്ചേഴ്സിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ നമുക്ക് കൊടുക്കാനുള്ള ബെനിഫിറ്റ് എന്താണ്. ചില കേസിൽ എല്ലാത്തിനും ഈ പറഞ്ഞ പോലെ ഇമോഷണൽ കണക്ഷനോ അങ്ങനത്തെ കാര്യങ്ങളാണെന്നില്ല. അതാണ് എക്കണോമിക്കൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ മാർക്കറ്റിൽ കിട്ടുകയാണെങ്കിൽ കുറഞ്ഞ പൈസക്ക് ഇവിടെ കിട്ടും എന്നുള്ളതാണ് നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ബെനിഫിറ്റ് എന്നുണ്ടെങ്കിൽ അതിന് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അപ്പുറത്തുള്ള ഒരു ആഡ് കണ്ടിട്ട് നമ്മൾ കോപ്പി അടിക്കുന്നതിൽ യാതൊരു ലോജിക്കും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ കൃത്യമായിട്ട് യൂസറിൻ്റെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ആംഗിളിൽ നിന്നുകൊണ്ട് നമ്മളുടെ പ്രൊഡക്റ്റിനെ കാണുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സുകൾ നമുക്ക് ലിസ്റ്റ് ഡൗൺ ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അടുത്ത എക്സ്റ്റെൻറ്റിൽ പോകാനുള്ള ഒരു കാര്യം നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൽ വേറൊരു കാര്യമുണ്ട്, അതായത് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ സമയത്ത് പ്രൊഡക്റ്റ് ജസ്റ്റ് പ്രൊഡക്റ്റാണ്. പക്ഷേ കസ്റ്റമറിൻ്റെ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ എന്താണ്, ഒരു സ്റ്റോറിയാണ് അല്ലേ. ഈ ഡയമണ്ട് റിങ് വാങ്ങി അത് ഒരാഴ്ച കഴിഞ്ഞ് സമ്മാനിച്ചതിന് ശേഷം അപ്പം ഉണ്ടാവുന്ന ഒരു മൊമെൻറ്റ്, അതിനുശേഷം അവരുടെ ലൈഫിൽ നടക്കുന്ന ഒരു ബോണ്ട്, ഇതൊക്കെ
ഒക്കെ അതിലുണ്ടാവുന്നുണ്ട്. അതായത് കസ്റ്റമറിന്റെ ലൈഫിൽ നടക്കുന്ന ഒരു സ്റ്റോറിയിലെ ഒരു ട്വിസ്റ്റ് ആയിട്ടാണ് എന്തുള്ളത് നമ്മളുടെ പ്രൊഡക്റ്റ് ഉള്ളത്. ഇപ്പൊ ഈ പർട്ടിക്കുലർ സിനാരിയോയിൽ ആ ഡയമണ്ട് റിംഗ് ഉള്ളത് ആ സ്റ്റോറിയിലുള്ള ഒരു ട്വിസ്റ്റ് ആണ്. ഒരു പേഴ്സണൽ സോഫിന്റെ ഉദാഹരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഒരു പേഴ്സണൽ സോഫ വാങ്ങുന്ന ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ നല്ല കംഫർട്ട് ഉള്ള ഒരു സോഫ അയാളുടെ ബെഡ്റൂമിലേക്ക് അല്ലെങ്കിൽ അയാളുടെ ലിവിംഗ് റൂമിലേക്ക് വാങ്ങുകയാണ്. അയാൾക്ക് സ്വന്തമായിട്ട് യൂസ് ചെയ്യാനെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ നടക്കുന്ന നമുക്ക് ഒരു സ്റ്റോറി അവിടെ ബിൽഡ് ചെയ്യുന്നത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അതായത് ഒരു പ്രൊഫഷണലാണ് വിചാരിക്കുക, ഒരു ഓഫീസ് ജോബൊക്കെ ഉള്ള ഒരാൾ നോർമൽ ലൈഫിൽ രാവിലെ എണീക്കുന്നു, ബസ്സിൽ കയറി അല്ലെങ്കിൽ വണ്ടി എടുത്ത് പോകുന്നു, അല്ലെങ്കിൽ ബസ്സിൽ കയറി ഓഫീസിലേക്ക് പോകുന്നു, തിരിച്ച് ഒരു രാത്രി 7 മണി ഒക്കെ ആകുമ്പോഴാണ് വീട്ടിലേക്ക് എത്തുന്നത് വിചാരിക്കാം. പിന്നെ ഒരു 10 മണിക്ക് ഉറങ്ങാം. ഇതാണ് നോർമൽ ലൈഫ്. അതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ടാവും, കിടക്കയിൽ കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഉറങ്ങുന്നുണ്ടാവും, അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. മൊത്തത്തിലൊരു ബിസി ലൈഫിൽ ഈ ഒരു സോഫ വരാമെന്ന് വിചാരിക്കാം. അതായത് ആകെ സോഫ യൂസ് ചെയ്യാനുള്ള സമയം ഒന്നെങ്കിൽ രാവിലെയാണ്, രാവിലെ സമയമില്ല, എണീറ്റ് പാട് പോകാമെന്ന് വിചാരിക്കുക. തിരിച്ച് വീട്ടിലെത്തി ഉറങ്ങുന്നതിന് മുന്നേ ഉള്ള 1 മണിക്കൂർ ആ സോഫമ്മ ചിലവഴിക്കുന്ന ഒരു ആംഗിൾ നമ്മൾക്ക് കാണാൻ പറ്റണം എന്നുള്ളതാണ്. അതായത് ഒരു സോഫ, ആദ്യമായിട്ടൊരു സോഫ വാങ്ങാൻ വരുന്ന ഒരാളെ മുന്നിൽ കിട്ടുന്ന സമയത്ത് ഒരു സോഫ സെല്ലറാണ് നമ്മളെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ കഥകൾ മെലിഞ്ഞ് നോക്കണം. ഈ കഥകൾ എന്ന് പറഞ്ഞാൽ ഒരാളെ കേസല്ല, നമ്മൾ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ഒരു കോമൺ സ്റ്റോറി ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതേ ആൾ ബിസി ആയിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കിടന്നുറങ്ങി രാവിലെ വീണ്ടും എണീറ്റ് ഓഫീസിൽ പോകുന്ന ഒരാൾ, ആൾക്കൊരു കൊതി ഉണ്ടാവും ഉള്ളിൽ. അതായത് ലൈഫ് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആവണം എന്നുള്ളൊരു നീഡ് ആൾക്കുണ്ടാവും. അപ്പോൾ ആ ഒരു നീഡിൻ്റെ പുറത്തായിരിക്കും ഈ സോഫ ചൂസ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ വാങ്ങണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ടാവുക. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ആ ഉറങ്ങുന്നതിന് മുന്നേ ഒരു മണിക്കൂർ ബുക്കൊക്കെ വായിച്ച് ചായയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്ത് ഇരിക്കുക എന്നുള്ളൊരു ആവശ്യമായിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സോഫ സെല്ലർ ശരിക്കും സെല്ല് ചെയ്യുന്നത് സോഫ അല്ല എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഒരു പേഴ്സണൽ സോഫ ഒക്കെ വാങ്ങുന്ന ഒരു സെല്ല് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മനസ്സിലാക്കേണ്ടത് ഞാൻ സെല്ല് ചെയ്യുന്നത് സോഫയേ അല്ല. നേരത്തെ ഡയമണ്ട് റിങ്ങിനെ പറ്റി പറഞ്ഞാൽ ഞാൻ സെല്ല് ചെയ്യുന്നത് ആൾക്കാരുടെ ലൈഫിൽ റിലാക്സേഷൻ ടൈമാണെന്നുള്ളതാണ്. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ പ്രൊഡക്റ്റ് എന്താണ്, ആളുടെ മൊത്തം ഫുൾ ലൈഫ് എടുത്തു പോയി കഴിഞ്ഞാൽ ആ സ്റ്റോറിയിൽ ഒരു മാറ്റം കൊണ്ടുവരുന്ന ട്വിസ്റ്റുകളാണ്. നമ്മൾ സിനിമയിലൊക്കെ ഒരു ട്വിസ്റ്റ് ക്യാരക്ടർ അല്ലെങ്കിൽ ട്വിസ്റ്റ് സംഭവമൊക്കെ ഉണ്ടാവുമല്ലോ, അതായിട്ട് നമ്മൾ പ്രൊഡക്റ്റിനെ പ്ലേസ് ചെയ്യുക എന്നുള്ളൊരു ആംഗിളിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കിട്ടും. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ അപ്പുറത്തേക്ക് വളരും. പ്രൊഡക്റ്റ് ജസ്റ്റ് ഒരു പീസ് ഓഫ് ഫ്രം ദ സ്റ്റോറി ഓഫ് കസ്റ്റമർ എന്നുള്ളൊരു ആംഗിളിൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് നമ്മൾ ഇത്തരത്തിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മളുടെ ബിസിനസ്സിൽ നമ്മളുടെ പ്രൊഡക്റ്റിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മൾട്ടിപ്പിൾ സ്റ്റോറീസ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഫുൾ കസ്റ്റമേഴ്സിന് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും സ്റ്റോറി ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ സ്റ്റോറി നമ്മളെ മുന്നിൽ കറക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കസ്റ്റമർ സൈക്കോളജിൻ്റെ ഫർദർ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അത് എനിക്കും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ബ്രോ പറഞ്ഞ പോലെ തന്നെ, അതായത് ആദ്യത്തെ കേസിലേക്ക് പോകാം. അതേ ടീഷർട്ടിൻ്റെ സംഭവം പറഞ്ഞില്ലേ, അപ്പോൾ ഞാൻ ഏതൊരു സംഭവം ഒരു ബ്രാൻഡിൻ്റെ ഏതോ ഓർമ്മ കിട്ടുന്നില്ല, ആ ബ്രാൻഡിൽ കണ്ട സംഭവമാണ്. ഇപ്പോൾ പുതിയ ജെൻസി കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ഓവർ സൈസ്ഡ് ടീഷർട്ടാണ് താല്പര്യം കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിന് പിന്നിലൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ഓവർ സൈസ്ഡ് ടീഷർട്ട് എല്ലാവരും ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, അത് ഒരാൾ മെലിഞ്ഞ ആളാണെങ്കിലും ഒരു തടിച്ച ആളാണെങ്കിലും അയാൾക്ക് കംഫർട്ടായിട്ട് ഇടാൻ പറ്റും. അത് അവിടെ ഒരു എന്താ പറയുക, ആളുടെ രൂപത്തിനെ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാത്ത തരത്തിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു കസ്റ്റമർ സൈക്കോളജി അതിന്റെ ബിഹൈൻഡ് ഉണ്ട്. അതുകൊണ്ടാണ് ഓവർ സൈസ് ടീഷർട്ട് കൂടുതൽ വിറ്റ് പോകുന്നത് എന്നുള്ളൊരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അത് എനിക്ക് കറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റി. രണ്ടാമത് പറഞ്ഞാൽ സോഫ എന്ന് പറയുമ്പോൾ കറക്റ്റ് സോഫയും ബെഡിന്റെ കേസിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് നമുക്ക് അത്രയും ടെൻഷനും സ്ട്രെസ്സും കാര്യങ്ങളും കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അവിടെ കംഫർട്ടായിട്ട് നന്നായിട്ട് ഉറങ്ങാൻ പറ്റാത്ത സമയത്ത് നിന്ന് ഉറങ്ങാൻ പറ്റുക, സ്ട്രെസ്സൊക്കെ റിലീഫ് ചെയ്യാൻ വേണ്ടി ഉറങ്ങാൻ പറ്റുന്ന ഒരു ഫീല് സോഫയ്ക്കും ബെഡിനും കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാൽ കുറച്ചും കൂടി അത് ആൾക്കാർക്ക് കണക്റ്റ് ആവും അവിടെ. അതുകൊണ്ടാണ് പല പരസ്യം ഇപ്പോൾ ബെഡിന്റെ പോസ്റ്റേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒരാൾ സുഖമായി കിടന്നുറങ്ങുന്ന തരത്തിലുള്ള ഇമേജസ്, തലമുറ ആയിക്കോട്ടെ, ആ ഒരു ഫീല് വരുമ്പോൾ തന്നെ അവിടെ ചെറുതായിട്ട് അവിടെ കറക്റ്റ് ആവുന്നുണ്ടെന്ന് ഇപ്പൊ മനസ്സിലാവുന്നിരിക്കുന്നത്. അതായത് ആഡിലൊക്കെ അങ്ങനെ സബ്റ്റിലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഒരു ബെഡിന്റെ അല്ലെങ്കിൽ പില്ലോന്റെ പരസ്യത്തിലൊക്കെ പൊതുവിൽ നമ്മൾ കരുതും ക്ലീശയല്ല ഇത് സാധനം എന്ന് കരുതും. ഒരാളിങ്ങനെ കിടന്നുറങ്ങണം, അപ്പൊ നിർമ്മല പറഞ്ഞാൽ തന്നെ ഇങ്ങനെ ഉറങ്ങുന്ന ഒരു പിക്ചറൊക്കെ ഉണ്ടാവും. അപ്പോൾ പക്ഷെ അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ബെനിഫിറ്റിനാണ്. ആൾക്ക് ആളുടെ ബിസി ലൈഫിൽ കൊതിക്കുന്ന അല്ലെങ്കിൽ ക്രേവ് ചെയ്യുന്നൊരു സീനാണത്. അപ്പോൾ ആ സീനിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ബെനിഫിറ്റിനെ സെല് ചെയ്യാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലീശ സീനാണെങ്കിൽ കൂടി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആ ചൂസ് ചെയ്യുന്നതിനെ അത് സ്വാധീനിക്കുന്നുണ്ട് ശരിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇനി ഈ പറഞ്ഞ പോലെ തന്നെ ഉള്ളൊരു ചോദ്യമാണ്, എന്താ പറയുക,
എത്രത്തോളം ബെനിഫിറ്റുകൾ ഉണ്ട് എന്നുള്ളത്. പക്ഷെ ശരിക്ക് പറയണമെന്ന് വെച്ചാൽ ഹ്യൂമൻ സൈക്കോളജി പ്രകാരം ആകെ 3 ആഗ്രഹങ്ങളെ മനുഷ്യനുള്ളൂ എന്ന് പറയാം. പക്ഷെ ആലേക്കും പറയാം അതല്ലല്ലോ, അതിൽ കൂടുതൽ ആഗ്രഹങ്ങളില്ലേ. പക്ഷെ ഏത് ആഗ്രഹത്തിന് എടുത്തു കഴിഞ്ഞാലും അത് എന്തിനാന്നുള്ളൊരു ചോദ്യം ചോദിക്കുക. ഇപ്പോൾ എനിക്ക് ഐഫോൺ എടുക്കണം എന്നുള്ളതിൻ്റെ ആഗ്രഹമാണെങ്കിൽ എന്തിനാ ഞാൻ ഐഫോൺ എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരം കിട്ടുമല്ലോ. അത് എനിക്ക് ഫോണൊന്ന് മാറ്റണം, എന്തിനാ ഫോൺ മാറ്റണേ? അപ്പോൾ പറഞ്ഞു കാണുമ്പോൾ ആൾക്കാരെ കാണുമ്പോൾ ഒരു മോശമല്ലേ, ആൾക്കാരെ കാണുമ്പോൾ എന്താണ് ആൾക്കാരെ മുമ്പിൽ കാണിക്കേണ്ടത്? ഇങ്ങനെ ചോദിച്ച് പോയി കഴിഞ്ഞാൽ മനുഷ്യൻ ആകെ 3 ആഗ്രഹങ്ങളേ ഉള്ളൂ എന്നുള്ള പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആഗ്രഹത്തിൽ എത്തിപ്പെടുന്നുള്ളതാണ്. ഒന്ന് പൈസയാണ്. പൈസനെ പറ്റി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർവൈവൽ ഒരു മോഡായിട്ടാണ് ഇന്നത്തെ കാലത്ത് പൈസ ഉള്ളത്. ഓരോ കാലഘട്ടത്തിലും ആദ്യ മനുഷ്യൻ്റെ കാലം മുതൽ എന്തുണ്ട്, സർവൈവലിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ വേണം. പണ്ടൊക്കെ ചിലപ്പോൾ വിറകിൻ്റെ ഇതേക്കാരം അല്ലേ, ചിലപ്പോൾ നെല്ലിൻ്റെ അളവേക്കാരം, അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷെ മോഡേൺ വേൾഡിൽ എന്താണ്, എത്രത്തോളം പൈസ ബാങ്കിലുണ്ട് അതായിരിക്കും സർവൈവലിൻ്റെ ഒരു മോഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ മാറി വന്ന് ഇന്നത്തെ കാലത്ത് ഒരു മെയിൻ സർവൈവൽ നീഡാണ് അല്ലെങ്കിൽ ഒരു ആഗ്രഹമാണ് അല്ലെങ്കിൽ ഡിസയറാണ് ശരിക്കും മണി എന്നുള്ളത്. മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പവറാണ്. ഇത് റിസോഴ്സ് ആണെങ്കിൽ പവർ എന്ന് പറഞ്ഞ സമയത്ത് എല്ലാ നിലക്കുള്ള പവറാണ്. അതായത് നമ്മൾ മസിൽ പവർ അങ്ങനെയൊന്നും ആവണമെന്നില്ല. നമ്മളെ ബുദ്ധിൻ്റെ വളർച്ച, പണ്ടൊക്കെ മസിൽ പവറിനായിരിക്കും ഇമ്പോർട്ടൻസ് ഉണ്ടാവുക, ഇന്ന് കുറച്ചുകൂടി ഇൻ്റലക്ച്വൽ പവറിനാണ്. ഇപ്പോൾ ഇൻ്റലക്ച്വൽ കഴിഞ്ഞ് എയിലേക്കൊക്കെ എത്തി, എയിന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കാര്യം ഹെൽപ്പായിരിക്കും. അപ്പോൾ എല്ലാ നിലക്കും ബാക്കിയുള്ള ഒരു ക്രൗഡിൽ നിന്നും നമ്മൾ വ്യത്യസ്തരായി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പവർ, അത് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടാവാം, ഇൻ്റലക്ച്വൽ ബെനിഫിറ്റ് ഉണ്ടാവും, സ്കിൽ ബെനിഫിറ്റ് ഉണ്ടാവും. ബാക്കിയുള്ളവരെക്കാട്ടിയും ബെറ്ററായിട്ട് നമുക്ക് എന്താ പറയുക പെർഫോം ചെയ്യാൻ പറ്റുന്ന പവർ എന്നുള്ളതാണ് രണ്ടാമത്തെ നീഡ്. ഇപ്പോൾ ഏത് കാര്യങ്ങൾ എടുത്തു പോയി കഴിഞ്ഞാലും അതിൻ്റെ പുറകിൽ ആ സാധനം എത്തുന്നതായിട്ട് കാണാൻ പറ്റും. ഈ മൂന്നാമത്തതാണ് നമ്മൾ അട്രാക്റ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. അത് പഴയ കാലം മുതൽ തന്നെ എന്തുണ്ട്, നമ്മൾ തമ്മിൽ അട്രാക്റ്റഡ് ആവണം. അതിപ്പോൾ നമ്മുടെ പാരൻസിനോടാവാം, നമ്മളുടെ റിലേഷൻഷിപ്പുകളോടാവാം, ഫ്രണ്ട്സിനോടാവാം, നമ്മൾ അട്രാക്റ്റഡ് ആയിട്ട് ഇരിക്കണം. ബാക്കിയുള്ളവരെ ഏറ്റവും നമ്മൾ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരാളാവണം ഞാൻ, അല്ലെങ്കിൽ എന്നെ ഏറ്റവും ആൾക്കാർ കൂടുതൽ ഇടപഴകാൻ താല്പര്യപ്പെടണം എന്ന് എല്ലാ നിലക്കും ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. അത് ചില എക്സ്ട്രോവേർട്ട് ആകുമ്പോൾ കുറേ പേരെ മുമ്പിലാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. ഇൻട്രോവേർട്സ് ആകുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല, കുറച്ച് പേരെ മുമ്പിൽ ആയിരിക്കണം എന്നുണ്ടാവുള്ളൂ. പക്ഷേ ഈ നീഡ് റിയലാണ്. എല്ലാ ആൾക്കാർക്കും എന്തുണ്ട്, വേറൊരാളുമായിട്ട് അട്രാക്റ്റഡ് ആവണം എന്നുള്ളൊരു സാധനമുണ്ട്. ഇതിനും ശരിക്കും ഇവല്യൂഷണറി ആയിട്ടുള്ള കാരണങ്ങളുണ്ട്. അതായത് ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ സിംഹം പിടിക്കും എന്ന് പറഞ്ഞ ആ കാലഘട്ടം മുതൽ കൈമാറി വന്നൊരു സാധനമാണ്. നമ്മൾ ജോയിൻ്റ് ആയിട്ട് നിൽക്കണം എന്നുള്ളൊരു സംഭവം. അപ്പോൾ അട്രാക്റ്റഡ് ആവുക, അതിപ്പോൾ ഓപ്പോസിറ്റ് സെക്സിനോടായിരിക്കാം, അത് അല്ലെങ്കിൽ നമ്മളുടെ അതർ റിലേഷൻഷിപ്പ് ആവാം, സൊസൈറ്റിനോടാവാം, നമ്മളൊരു ജോയിൻ്റ് ആയിട്ട് നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പോൾ ഈ 3 ആഗ്രഹങ്ങൾ, അട്രാക്ഷൻ, 2 പവർ, 3 മണി, ഈ 3 ആഗ്രഹങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും നമ്മളിങ്ങനെ ലെയർ നമ്മൾ ഡിഗ് ചെയ്ത് പോകുമ്പോൾ ഈ ലെയറിലേക്ക് എത്തും. അപ്പോൾ ജസ്റ്റ് അപ്പുറത്തിൻ്റെ ഒരു നീഡ് എന്താണെന്നുള്ളത് നോക്കുക, അതിൻ്റെ അപ്പുറത്തുള്ള നീഡ് ഒന്ന് നോക്കുക, അതിൻ്റെ അപ്പുറത്തുള്ള നീഡ് നോക്കുക, എന്നിട്ട് ഏതിലാണ് 3 ഏതിലാണ് വരുന്നതെന്ന് നോക്കാം. ചില ബ്രാൻഡുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ നീഡിൽ ഫോക്കസ്ഡ് ആയിരിക്കും. ഇപ്പോൾ ഐഫോണൊക്കെ ഈ അട്രാക്ഷനിലും ഫോക്കസ്ഡ് ആണ്, അല്ലെങ്കിൽ റൂട്ടറാണ്, അതേപോലെ തന്നെ പവറിലും റൂട്ടറാണ്. ഇപ്പോൾ പ്രൈമറി ആയിട്ടൊന്നും സെക്കൻഡറി ആയിട്ട് ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഈ ഡേറ്റിംഗ് ആപ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി അത് എന്താണ്, ഈ അട്രാക്ഷൻ എന്നുള്ളതിൽ ഫോക്കസ്ഡ് ആയിരിക്കണം. ബാങ്കിങ് ആപ്പുകളൊക്കെ ഈ മണി എന്നുള്ളതിൽ ഫോക്കസ്ഡ് ആയിരിക്കും. പവറും ചെറിയ നിലയ്ക്ക് വന്നേക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മളെ എന്താ പറയുക ബെനിഫിറ്റ്സ് തേടി പോകുന്ന സമയത്ത് ഈ ഒരു ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു B2B ബിസിനസ്സൊക്കെ, B2B കേട്ടിട്ടുണ്ടോ, ബിസിനസ് ടു ബിസിനസ് എന്ന് പറയും. നമ്മൾ കസ്റ്റമേഴ്സ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് നമുക്കറിയാം ഒരാൾ ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ ആൾക്ക് പൈസ കിട്ടണം എന്നുള്ളൊരു സംഭവമാണ്, പ്രോഫിറ്റബിൾ ആണോ റിച്ച് ആണോ എന്നുള്ളൊരു സംഭവമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവിടെ മണി എന്നുള്ളൊരു സാധനം അവിടെ ഉണ്ട്. അതേപോലെ പവർ എന്നുള്ളൊരു സാധനം ഉണ്ട്. ടീമിന് മുമ്പിൽ എനിക്ക് പവർഫുൾ ആയിട്ട് നിൽക്കാൻ പറ്റണം, അല്ലെങ്കിൽ മറ്റ് കോമ്പറ്റീറ്റേഴ്സിന് മുമ്പിൽ എനിക്ക് പവർഫുൾ ആയിട്ട് നിൽക്കാൻ പറ്റണം. അപ്പോൾ ഈ ഒരു ഇമോഷനെ നമ്മളെ ബിസിനസ്സിൻ്റെ B2B ബിസിനസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പോസ്റ്ററിൽ, നമ്മൾ കൊടുക്കുന്ന നമ്മളുടെ ഡ്രസ്സിങ്ങിൽ, നമ്മുടെ ഓഫീസ് സ്പേസിൽ, നമ്മളെ വെബ്സൈറ്റിൽ ആ ഒരു ഇമോഷനെ ട്രിഗർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കാനാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ലെവലിൽ നിങ്ങളൊരു ബിസിനസ് തുടങ്ങാനോ ഉദ്ദേശിക്കുകയാണോ, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണോ, നിങ്ങളൊരു മാർക്കറ്റിംഗ് പ്ലാൻ ചെയ്യാനിരിക്കണോ, നിങ്ങളൊരു ലോഗോ ഡിസൈൻ ചെയ്യാനിരിക്കണോ, നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ പാക്കേജ് പ്ലാൻ ചെയ്യാൻ നിൽക്കുകയാണോ, ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ്, ബെനിഫിറ്റ്സ് ഈ പറഞ്ഞ പോലെ കസ്റ്റമറിൻ്റെ ആംഗിളിൽ നിന്നും എന്താണ് ആക്ച്വലി അവിടെ സംഭവിക്കുന്നുണ്ടാവുക എന്നുള്ള പഠനം. ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് കസ്റ്റമർ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ആക്റ്റീവ്ലി വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ എന്നുള്ളതാണ് എനിക്ക് കറക്റ്റായിട്ട് തോന്നി. കാരണം ഞാൻ തന്നെ കഴിഞ്ഞ എൻ്റെ ഒരു സീരീസ് ഉണ്ടായിരുന്നു ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ കുറിച്ച്. അതിൽ കൂടുതൽ അത്യാവശ്യം നല്ല റിവ്യൂ കേട്ടതാണ്. എന്നാലും അതിൽ ഞാൻ പറഞ്ഞൊരു ടോപ്പിക് ഉണ്ടായിരുന്നു, ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ പ്രൊഡക്റ്റ് എങ്ങനത്തെ തരത്തിലുള്ള വീഡിയോ ആൾക്കാർക്ക് ചൂസ് ചെയ്യുന്ന കാര്യങ്ങളും അവിടെ കുറച്ചും കൂടി ബെനിഫിറ്റ്സ് കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അത് കസ്റ്റമറിന് ആ പ്രൊഡക്റ്റ് കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ
ആ സാധനങ്ങളൊക്കെ കറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ പറഞ്ഞ അവിടെ കസ്റ്റമർ സൈക്കോളജി വർക്ക് ആവണതുകൊണ്ടാണ് അങ്ങനത്തെ ഞാനടക്കം സജസ്റ്റ് ചെയ്യാൻ പറ്റും എനിക്ക്. പിന്നെ വേറെ കേസ് തോന്നിയതെന്ന് വെച്ചാൽ പറഞ്ഞ പോലെ 3 കേസസ് ഇല്ല. ഇപ്പോൾ പറഞ്ഞ മണി, പവർ, അതേപോലെ തന്നെ അട്രാക്ഷൻ. ഈ ഒരു സംഭവം നമ്മൾ വാങ്ങുന്ന ഓരോ സാധനങ്ങൾക്ക് ഇങ്ങനെ ബാക്കിങ് ഇങ്ങനെ ഞാനിപ്പോൾ ചിന്തിച്ചിങ്ങനെ നോക്കിയിരുന്നു. ബാക്കിങ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്കായിട്ട് നോക്കുമ്പോൾ ലാസ്റ്റ് എത്തിപ്പെടുന്ന ഈ ഒരു 3 ടോപ്പിക്ക് തന്നെയാണ് ഏകദേശം. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ടൊരു ശരിക്കും പറഞ്ഞാൽ ബാക്ക് ബോൺ പോലെ അല്ലേ? അതെ, ഇതിന്റെ ഒരു ഫ്രെയിം വർക്ക് ആയിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും. ഒരു സ്റ്റാർട്ടിങ് ഫ്രെയിം വർക്ക് ആയിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും. അപ്പോൾ ഇതിന് ഒരു പ്രോസസ്സ് ആണല്ലോ. നമ്മളിപ്പോൾ പറഞ്ഞു ഇതാണ് ബെനിഫിറ്റ് കണ്ടെത്തുക എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ അതിനെന്തുണ്ട്, പലതിനും പലത്. അപ്പോൾ നമ്മൾ ബ്രെയിനിൽ 3 തട്ടാന്ന് പറഞ്ഞ പോലെ നമുക്ക് എന്തുണ്ട്, ഇത് 2 മെത്തേഡാണ് ഇതിന്റെ ഏറ്റവും ബേസിക്കലായിട്ട് ഇത് കണ്ടെത്താനുള്ള ഒരു കാര്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. 2 മെയിൻ മെത്തേഡ്സ് നമ്മുടെ ബിസിനസ്സിലെ പ്രൊഡക്റ്റിലെ ബെനിഫിറ്റ്സ് കണ്ടെത്താൻ മനസ്സിലാക്കാണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കറക്റ്റ് ഒന്ന് ക്ലിയർ ആയി എവിടുന്ന് തുടങ്ങണം, എവിടുന്നാണ് നമ്മളൊരു കസ്റ്റമർ സൈക്കോളജിയിൽ സ്റ്റാർട്ടിങ്, അതായത് അതിൻ്റെ ഫീച്ചേഴ്സും ബെനിഫിറ്റ്. ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ സെല് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു സർവീസ് സെല് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡക്ട്സും അതിൻ്റെ ബെനിഫിറ്റ്സും ഫീച്ചേഴ്സും കറക്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റി തന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് അതിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി രണ്ടാമത്തെ നമ്മൾ പറയുന്നത് ഇതിൽ 2 മെയിൻ കൈൻഡ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അത് എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ കവർ ചെയ്യും. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ 2 പേര് ചാനലിൻ്റെ പേജ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ കൂടുതൽ താല്പര്യമുള്ള വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കും ബിസിനസ്സിനോട് താല്പര്യമുള്ള ആൾക്കാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുവരെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.